ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ സാമൂഹ്യശാസ്ത്രം ചോദ്യപേപ്പറിൻ്റെ ഉത്തരങ്ങളാണ്. സാമൂഹ്യശാസ്ത്രം മലയാളം മീഡിയമാണ് കേട്ടോ. സോഷ്യൽ സയൻസിൻ്റെ മലയാളം മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാമൂഹ്യശാസ്ത്രം 6ാം ക്ലാസ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഇപ്പോൾ നിങ്ങൾ എഴുതി കഴിഞ്ഞ ക്രിസ്മസ് എക്സാം, ഹാഫ് ഇയർലി എക്സാമിൻ്റെ ചോദ്യപേപ്പറാണിത്. നമുക്ക് നോക്കാം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ് കണ്ടതിന് ശേഷം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സാമ്പത്തിക പ്രവർത്തനങ്ങളെ അവയുടെ പൊതു സ്വഭാവം അനുസരിച്ച് പ്രാഥമിക, ദ്വിതീയ, തൃതീയ എന്നീ 3 മേഖലകളായി തിരിച്ചിരിക്കുന്നു. എ ക്വസ്റ്റ്യൻ, നൽകിയിരിക്കുന്നവയിൽ പ്രാഥമിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക. ഇതിൽ 1, 3 ആണ് ആൻസർ കേട്ടോ. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖല കാർഷിക മേഖല എന്നറിയപ്പെടുന്ന മേഖല. അപ്പോൾ ഓപ്ഷൻ ബി 1, 3 കറക്റ്റ്. ബി, പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകൾ എങ്ങനെയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, ഉദാഹരണ സഹിതം വ്യക്തമാക്കുക. ബിയുടെ ഉത്തരം നോക്കാം. പ്രാഥമിക മേഖല പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖല, കൃഷിക്ക് പ്രാധാന്യം. ദ്വിതീയ മേഖല പ്രാഥമിക മേഖലയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ രൂപപ്പെടുത്തുന്ന മേഖല, വ്യവസായത്തിന് പ്രാധാന്യം. തൃതീയ മേഖല പ്രാഥമിക, ദ്വിതീയ മേഖലകളിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന മേഖല. ഇനി 2, കൃഷിയുടെ വ്യാപനം മനുഷ്യന്റെ ജീവിതത്തിൽ വിവിധ മാറ്റങ്ങൾക്ക് കാരണമായി. എ ക്വസ്റ്റ്യൻ, കൃഷിയുടെ വ്യാപനം നഗരങ്ങളുടെ രൂപീകരണത്തിന് സഹായകരമായത് എങ്ങനെയാണ്? കുറിപ്പ് തയ്യാറാക്കുക. അതിൻ്റെ ഉത്തരമാണ് ഇത് കേട്ടോ. 1ന്റെ കൃഷിയുടെ ഫലമായി ഭക്ഷ്യവസ്തുക്കൾ ആവശ്യത്തിലധികമായി ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചു. ഇത് ജനസംഖ്യാ വർധനവിന് കാരണമായി. കൂടാതെ എല്ലാവർക്കും കൃഷിയിൽ ഏർപ്പെടേണ്ടി വന്നില്ല. ഇത് മറ്റു തൊഴിലുകളിൽ, കൈത്തൊഴിലുകൾ, കച്ചവടം, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആളുകളെ സഹായിച്ചു. ഈ തൊഴിൽപരമായ വൈദഗ്ധ്യവും വർദ്ധിച്ച ജനസംഖ്യയും കാരണം ജനങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങി. ഇത് വാണിജ്യ കേന്ദ്രങ്ങളുടെയും പിന്നീട് നഗരങ്ങളുടെയും വളർച്ചയിലേക്ക് നയിച്ചു. 2ാമത്തെ ചോദ്യം, പട്ടുപാതയിലൂടെ വാണിജ്യബന്ധം നിലനിർത്തിയിരുന്ന ഭൂഖണ്ഡങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക. ഇതാണ് കറക്റ്റ്. 3A, വിവിധ സംസ്കാര ഘടകങ്ങളിൽ കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന പരിവർത്തനത്തെയാണ് സാംസ്കാരിക മാറ്റം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം നമുക്കിവിടെ എ ബോക്സ് സൂചകങ്ങളും സാംസ്കാരിക മാറ്റവും തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് മാച്ച് ചെയ്യാം. 1, മറ്റൊരു സംസ്കാരത്തിന്റെ സ്വാധീനത്താൽ സ്വന്തം സംസ്കാരത്തിൽ ഭാഗികമായ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. അതേസമയം സ്വന്തം സംസ്കാരത്തിന്റെ പല ഘടകങ്ങളും നിലനിർത്തുകയും ചെയ്യുന്നു. ഈ 1 അന്യ സംസ്കാരം ആർജിക്കലാണ് കേട്ടോ. 1 ബി ആണ്. ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരത്തെ പൂർണ്ണമായും കീഴ്പ്പെടുത്തുന്നു. 2 സി ആണ് സാംസ്കാരിക സ്വാംശീകരണം. ഒരു സംസ്കാരത്തിന്റെ തനത് സവിശേഷതകൾ മറ്റൊരു സംസ്കാരത്തിലേക്ക് കലരുന്നു. 3A സാംസ്കാരിക വ്യാപനം. അപ്പം നമ്മുടെ ആൻസർ ഏതാ? ഓപ്ഷൻ സി ആണ് കേട്ടോ. അടുത്തത് ബി, സാങ്കേതിക വിദ്യയുടെ വികസനം സാംസ്കാരിക നവീകരണത്തിന് കാരണമാകുന്നത്. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഉദാഹരണ സഹിതം വിശദമാക്കുക. അപ്പോൾ ബിയുടെ ആൻസർ നോക്കാം. സാങ്കേതിക വിദ്യയുടെ വികസനം സാംസ്കാരിക നവീകരണത്തിന് കാരണമാകുന്നുണ്ട്. ഉദാഹരണത്തിന് ഇന്റർനെറ്റിന്റെയും സാമൂഹിക മാധ്യമങ്ങളുടെയും വരവ് ആശയവിനിമയ രീതികളെയും വിവരവിനിമയത്തെയും പൂർണ്ണമായും മാറ്റിമറിച്ചു. ഇത് പുതിയ തരം കലാരൂപങ്ങൾ, ഓൺലൈൻ കമ്മ്യൂണിറ്റികൾ, ആഗോളതലത്തിലുള്ള സാംസ്കാരിക കൈമാറ്റങ്ങൾ എന്നിവയ്ക്ക് വഴിയൊരുക്കി. പരമ്പരാഗത സാംസ്കാരിക മൂല്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനും പുതിയ ആധുനിക മൂല്യങ്ങൾ രൂപപ്പെടാനും ഇത് സഹായിച്ചു. വിദ്യാഭ്യാസ രീതികളിലും സാങ്കേതിക വിദ്യ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി 3B ആണ്. സമൂഹത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ നമുക്ക് പരമ്പരാഗതമായി ലഭിക്കുന്നതാണ് സംസ്കാരം. ഇത്തരത്തിൽ സംസ്കാരത്തിന് നിരവധി സവിശേഷതകളുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പത്രവാർത്ത തന്നിട്ടുണ്ട്. സ്കൂളിൽ സാംസ്കാരിക ദിനം ആചരിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനെ തുടർന്ന് നമ്മുടെ ചോദ്യമാണ്, സംസ്കാരത്തിന്റെ ഏത് സവിശേഷതയുമായാണ് ഈ വാർത്ത ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തുക. അപ്പോൾ ഓപ്ഷൻ ഡി സംസ്കാരം പങ്കുവയ്ക്കുന്നതാണ് എന്നതാണ് ഉത്തരം. ബി, സംസ്കാരം പഠിച്ചെടുക്കുന്നതാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ട്? വിശദമാക്കുക. അപ്പോൾ ബിയുടെ ഉത്തരം വരുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ എയുടെ ഉത്തരം നമ്മൾ പറഞ്ഞു, സംസ്കാരം പങ്കുവയ്ക്കുന്നതാണ്. ബി, സംസ്കാരം ജന്മസിദ്ധമായി ലഭിക്കുന്നതല്ല, സാമൂഹികരണ പ്രക്രിയ വഴി ആർജിച്ചെടുക്കുന്നതാണ്. കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും പഠിക്കുന്നു തുടങ്ങി അനുയോജ്യമായി. ഇത് വേണ്ട, ഇതുവരെയാണ് ആൻസർ കേട്ടോ.
4A സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് ഭൂഖണ്ഡങ്ങൾ. നമുക്കിവിടെ ഭൂഖണ്ഡങ്ങളുടെ മാപ്പ് ഭൂപടം തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഭൂപടത്തിൽ തെക്കേ അമേരിക്കയുടെ പടിഞ്ഞാറേ അതിര് ഏതാണ്? ഓപ്ഷൻ എ പസഫിക് സമുദ്രം. ബി ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏഷ്യ, ഓസ്ട്രേലിയ എന്നീ ഭൂഖണ്ഡങ്ങളുടെ സവിശേഷതകൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ബിയുടെ ആൻസർ ആണ് കേട്ടോ, ഏഷ്യ, ഓസ്ട്രേലിയ. ഏഷ്യൻ ഭൂഖണ്ഡമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡം. ഓസ്ട്രേലിയ ഏറ്റവും ചെറുതുമാണ്. ഏഷ്യയിൽ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയും പർവ്വതങ്ങൾ, സമതലങ്ങൾ, മരുഭൂമികൾ, കാലാവസ്ഥയും ഉഷ്ണമേഖല മുതൽ ശീതമേഖല വരെ കാണപ്പെടുന്നു. എന്നാൽ ഓസ്ട്രേലിയ കൂടുതലും വരണ്ടതും ഉഷ്ണമേഖലാ കാലാവസ്ഥയുള്ളതുമായ സമതലങ്ങളും മരുഭൂമികളും നിറഞ്ഞതാണ്. ഇത് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് ബുക്കിൽ ഒരുപാട് തന്നിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പോയിന്റ്സും എഴുതാവുന്നതാണ്. 4B ഓരോ ഭൂഖണ്ഡത്തിനും തനതായ ഭൂമിശാസ്ത്ര സവിശേഷതകളുണ്ട്. അപ്പം നമുക്ക് മാച്ച് ചെയ്യാനാണ്. എ എവറസ്റ്റ് കൊടുമുടി ഏഷ്യയിലാണ്. 1C സഹാറ ആഫ്രിക്ക. അപ്പോൾ 2A ആമസോൺ തെക്കേ അമേരിക്കയിലാണ്. 3B ഓപ്ഷൻ ബി ആണ് ഉത്തരം. ബി ക്വസ്റ്റ്യൻ വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക എന്നീ ഭൂഖണ്ഡങ്ങളുടെ സവിശേഷതകൾ തന്നിരിക്കുന്ന സൂചകങ്ങൾ ഉപയോഗപ്പെടുത്തി താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പം 4Bയുടെ ഉത്തരമാണ്. വടക്കേ അമേരിക്കയുടെ അതിരുകൾ കിഴക്ക് അറ്റ്ലാന്റിക്, പടിഞ്ഞാറ് പസഫിക്, വടക്ക് ആർട്ടിക് സമുദ്രങ്ങളാണ്. തെക്കേ അമേരിക്കയുടേത് കിഴക്ക് അറ്റ്ലാന്റിക്, പടിഞ്ഞാറ് പസഫിക് സമുദ്രങ്ങളുമാണ്. വടക്കേ അമേരിക്കയിൽ മിതശീതോഷ്ണ, ശീത ഉഷ്ണമേഖലാ കാലാവസ്ഥകൾ അനുഭവപ്പെടുമ്പോൾ തെക്കേ അമേരിക്കയിൽ പ്രധാനമായും ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ്. റോക്കി പർവ്വതനിരകളും മധ്യസമതലങ്ങളും വടക്കേ അമേരിക്കയിലെ പ്രധാന ഭൂപ്രകൃതിയാണ്. ആൻഡീസ് പർവ്വതനിരകളും ആമസോൺ തടവും തെക്കേ അമേരിക്കയിലേതും. 2 ഭൂഖണ്ഡങ്ങളിലും വൈവിധ്യമാർന്ന ജനജീവിത രീതികൾ കാണപ്പെടുന്നു. ഇനി 5 മഹാശിലായുഗത്തിന്റെ തെളിവുകൾ ദക്ഷിണേന്ത്യയിലെ മിക്ക ഭാഗങ്ങളിലും കാണപ്പെടുന്നു. തൊപ്പിക്കല്ല്, കുടക്കല്ല്, നാട്ടുകല്ല്. നമ്മൾ മോഡൽ എക്സാം ചെയ്തപ്പോൾ ഈ ചോദ്യം ഉൾപ്പെടുത്തിയിരുന്നു, കണ്ടല്ലോ. അത് റിപ്പീറ്റ് ചെയ്ത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. എ ക്വസ്റ്റ്യൻ മഹാശിലായുഗ സ്മാരകങ്ങൾ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ശവസംസ്കാര രീതി. ഇനി ബി ക്വസ്റ്റ്യൻ മഹാശിലായുഗത്തിന്റെ സവിശേഷതകൾ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ബിയുടെ ആൻസർ നോക്കാം. കരിങ്കല്ലിലും ചെങ്കല്ലിലും നിർമ്മാണം വലിയ ശിലകൾ കൊണ്ടോ ശിലാപാളികൾ കൊണ്ടോ നിർമ്മിച്ചിരുന്നതിനാൽ മഹാശിലാസ്മാരകങ്ങൾ എന്ന് വിളിക്കുന്നു. മൃതശരീരാവശിഷ്ടങ്ങൾ അടക്കം ചെയ്യുന്നതിനാണ് ശിലാസ്മാരകങ്ങൾ നിർമ്മിച്ചിരുന്നത്. ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നതിനാൽ ഇരുമ്പ് യുഗം എന്നും വിളിക്കുന്നു. അപ്പോൾ 5 കഴിഞ്ഞു. ഇനി 6 വെങ്കലയുഗത്തിൽ മനുഷ്യജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങളുടെ ഫലമായി സംസ്കാരങ്ങൾ രൂപപ്പെട്ടു. എ ക്വസ്റ്റ്യൻ നൽകിയിരിക്കുന്ന സൂചനകൾ ഏത് വെങ്കലയുഗ സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പം നമുക്കിവിടെ നൈൽ നദീതടത്തിൽ രൂപം കൊണ്ടെന്ന് കേട്ടാൽ തന്നെ നമുക്കറിയാം. നൈൽ നദി, ഹൈറോഗ്ലിഫിക്സ്, ഇതൊക്കെ, പിന്നെ ഫറവോ രാജാക്കന്മാർ, ഇത്രയും കണ്ടാൽ തന്നെ ഉറപ്പിച്ചോളൂ, ഈജിപ്ഷ്യൻ സംസ്കാരമാണ് ഉത്തരം. ബി ശിലായുഗത്തിൽ നിന്നും വെങ്കലയുഗത്തിലെത്തിയ മനുഷ്യരുടെ ജീവിത രീതിയിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് വിശദമാക്കുക. അപ്പോൾ ബിയുടെ ആൻസർ ആണ്. കൃഷിയിടങ്ങൾ വ്യാപിച്ചു, കാർഷിക ഉൽപ്പന്നങ്ങൾ വർദ്ധിച്ചു, ഉൽപ്പന്നങ്ങൾ കൈമാറുന്നതിന് കേന്ദ്രങ്ങൾ രൂപം കൊണ്ടു, പട്ടണങ്ങളും നഗരങ്ങളും രൂപം കൊണ്ടു. അപ്പോൾ 6 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വാച്ച് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.